ഞാൻ ബംഗാളിലെ ബംഗൂര ജില്ലയിലെ ബിഷ്ണുപൂരിലാണ്. ഇത് ക്ഷേത്രങ്ങളുടെയും ടെറാക്കോട്ടയുടെയും ബാലുചരി സിൽക്ക് നെയ്ത്തിന്റെയും നാടാണ്. ഇപ്പോൾ ഞാൻ ബാലുചരി സിൽക്കിലും ബിഷ്ണുപൂരിലെ കൈത്തറികളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ഈ കരകൗശലവിദ്യ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബംഗാളിലെ മുർഷിദാബാദിലാണ് ഉത്ഭവിച്ചത്. എന്നാൽ അത് ബിഷ്ണുപൂരിലേക്ക് മാറി. അതിനുശേഷം ഈ കരകൗശലവിദ്യ ചെയ്യുന്ന ഒരേയൊരു സ്ഥലം ഇതാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കൈത്തറി നെയ്ത്തുകാരോടും വ്യവസായികളോടും സംസാരിക്കാൻ പോകുന്നു. ബിഷ്ണുപൂർ ബാലുചരി സിൽക്ക് സാരിയുടെ നാടാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും പ്രശസ്തമാണ്. ഇതൊരു കൈത്തറി ഉൽപ്പന്നമാണ്. അതിനർത്ഥം ഇതുപോലുള്ള സാരികൾ മെയ്യാൻ കരകൗശല വിദഗ്ധർ മണിക്കൂറുകളോളം ചെലവഴിക്കുന്നു എന്നാണ്. ഇപ്പോൾ ബിഷ്ണുപൂരിൽ ഇതെല്ലാം നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെയുള്ള വളരെ ചെറിയ സ്ഥാപനങ്ങളിലാണ്. കൂടാതെ ഒരു സാരി ശരിക്കും നെയ്തെടുക്കാൻ ദിവസങ്ങളെടുക്കും. അതുകൊണ്ട് നിങ്ങൾ വലിയ പട്ടണങ്ങളിലും നഗരങ്ങളിലും ധരിക്കുന്നത് ഇവിടെ നിന്ന് ഈ ചെറിയ വർക്ക്ഷോപ്പുകളിൽ നിന്നാണ് വരുന്നത്. എന്റെ കൂടെ ഈ മാന്യനുണ്ട്. അദ്ദേഹം ബാലുചരി സിൽക്കിലും സാരികളിലും കച്ചവടം ചെയ്യുന്ന ആളാണ്. താങ്കളുടെ പേരെന്താണ്? രാജുപാൽ. ഇതൊന്ന് പറയൂ. ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി വിശദീകരിക്കൂ. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇത് ഏത് രീതിയിലാണ് ജോലി നടക്കുന്നത്? നോക്കുകയാണെങ്കിൽ ഇത് കൈത്തറി സാരിയാണ്. മുഴുവനും ബാലുചാരിയാണ് ചെയ്യുന്നത്. ബാലുചാരിയുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എടുക്കാം. വിഷ്ണുപൂരിൽ 400 വർഷമായി ഇത് നടക്കുന്നുണ്ട്. ഇത് ശുദ്ധമായ കൈത്തറിയുമാണ്. ലോകം മുഴുവനും സാരി പോകുന്നുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ സിൽക്കാണ്, കത്തൻ സിൽക്കാണ്. ഈ സിൽക്കിനെ മൽബറി സിൽക്ക് എന്ന് പറയും, കത്തൻ സിൽക്ക് എന്നും പറയും. വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ സാരിയുടെ വീതിയും നീളവും ഏറ്റവും മികച്ചതാണ്. ഇത് ലോകം മുഴുവനും പോകുന്നുണ്ട്. ഏത് തരത്തിലുള്ള മോട്ടിഫുകളാണ് നിങ്ങൾ സാരിയിൽ ഉണ്ടാക്കുന്നത്? ഏത് തരത്തിലുള്ള മോട്ടീഫ്? അത് ആദ്യം തുടങ്ങിയ സമയത്ത് ആ കാലത്ത് രാജാക്കന്മാരുടെയും മഹാരാജാക്കന്മാരുടെയും ചിത്രങ്ങളായിരുന്നു. അതിനുശേഷം രാമായണവും മഹാഭാരതവും വന്നു. ഇപ്പോൾ രാമായണവും മഹാഭാരതവുമാണ് ചെയ്യുന്നത്. എന്നാൽ ചില സാരികളിൽ ബിഷ്ണുപൂരിലെ ക്ഷേത്രങ്ങളായ ജോർ ബംഗ്ല, രാജ്മാൻ എന്നിവയുടെ എല്ലാം ഡിസൈനുകളും ചില സാരികളിൽ ചില നെയ്ത്തുകാർ ചേർക്കുന്നുണ്ട്. ഈ കൈത്തറപ്പണി നിങ്ങൾ എപ്പോൾ മുതലാണ് ചെയ്യുന്നത് ചേട്ടാ? അറിഞ്ഞില്ലേ, 20 വർഷമായി ചെയ്യുന്നു. ഇടയ്ക്കൊരു 10-15 വർഷം നിർത്തിയിരുന്നു. എന്തിനാ നിർത്തിയത്? മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. പണിയൊന്നും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി സർ. ശരി, ഇതൊന്ന് പറയൂ. ഈ സാരി ഇതൊരെണ്ണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര സമയമെടുക്കും? സാരി ഉണ്ടാക്കുന്നത് കൈയുടെ വേഗത അനുസരിച്ചാണ്. 3-4 ദിവസം വേണ്ടത് 2.5 ദിവസം കൊണ്ട് തീരും. ചിലർക്ക് 3 ദിവസം എടുക്കും, ചിലർക്ക് 4 ദിവസം എടുക്കും. അപ്പോൾ ഒരു സാരിക്ക് നിങ്ങൾക്ക് എത്ര കൂലി കിട്ടും? കൂലി ഡിസൈനിനെ ആശ്രയിച്ചിരിക്കും. ഞങ്ങൾക്കൊരു സാരിക്ക് 2000 രൂപ കിട്ടും. ഒരാൾക്ക് ഒരെണ്ണത്തിന്? ഒരാളല്ല, 2 ആളാണ്. ശരി, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു. 2 ആൾക്ക് 2000 രൂപ കിട്ടും. നിങ്ങളുടെ ജോലി സാഹചര്യങ്ങളിൽ എന്ത് വ്യത്യാസം വന്നു? നിങ്ങൾ ജോലി ചെയ്യുന്ന രീതി, നിങ്ങൾ ഇത്രയും വർഷമായി ജോലി ചെയ്യുന്നു, എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട്? ഇപ്പോൾ എന്താണ് നല്ലത്? എല്ലാവരും പറയുന്നു, വെറുതെ ഒന്നും ആകുന്നില്ല. ഒരു കാര്യം മാത്രം നല്ലതുണ്ട്. ആ ജോലി കൊണ്ട് ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അത് ഞങ്ങൾ ജോലിക്ക് ഉപയോഗിക്കുന്നു. ഒന്നും മിച്ചം വെക്കാനില്ല. ഒരു കാര്യം പറയൂ ദാദാ. പുറത്തു ഞാൻ കണ്ടു BJP-യുടേതും വെച്ചിട്ടുണ്ട്, TMC-യുടേതും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കണക്കിൽ ഇവിടെ ആരാണ് മുന്നിൽ? എനിക്ക് തോന്നുന്നത് ഇത്തവണ ഈ പാർട്ടി. എല്ലാവരും എന്തു പറയാൻ? നിങ്ങളുടെ കണക്കിൽ ആരാണോ നല്ലത് ചെയ്യുന്നത് അവരെ നല്ലതെന്ന് പറയും. നിങ്ങൾക്ക് വേണ്ടി ആർക്ക് നല്ലത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നത്, പറയൂ, മടിക്കരുത്, പറയൂ. എനിക്ക് തോന്നുന്നത് ഞാൻ BJP എന്ന് പറയും. നിങ്ങൾ ഇവരെ ദിവസവും ഡെയിലി ബേസിസിൽ ജോലി ചെയ്യുന്നത് കാണാറുണ്ടല്ലോ. എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ? ഇവിടുത്തെ പ്രധാന പ്രശ്നമാണ് തൊഴിലാളികളുടെ കുറവുണ്ടാകുന്നുണ്ട്. ഈ നടക്കുന്ന ജോലിയില്ലേ, ഈ ജോലിയിലേക്ക് പുതിയതായി ആളുകൾ വരുന്നില്ല. കാരണം ഒരേ ജോലി ഒരേപോലെ, കൂടാതെ അവധി അലവൻസുമില്ല. അവധി അലവൻസ് ഉണ്ടായാൽ അത് അവൻ്റെ കൂലിയിൽ നിന്ന് കുറയ്ക്കും. കൂലി എന്ന് വെച്ചാൽ അവൻ ഏത് ദിവസം ജോലി ചെയ്യുന്നോ ആ ദിവസത്തെ പൈസ കിട്ടും. സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ എന്തെങ്കിലും പദ്ധതികൾ ഇവർക്കുണ്ടോ? ഒരു പദ്ധതിയുമില്ല. ഉടമസ്ഥന് വേണ്ടത് സർക്കാർ കുറഞ്ഞ നിരക്കിൽ നൂൽ നൽകണം എന്നതാണ്. ശില്പിയായ തൊഴിലാളിയായ അവന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും അലവൻസ് വേണം. ഞാൻ ഈ മുഴുവൻ പ്രക്രിയയുടെയും മറ്റൊരു വശം അന്വേഷിക്കുകയാണ്. ഇത് വളരെ വളരെ രസകരമായി തോന്നുന്നു. ചേട്ടാ, എന്താ പേര്? താര ഗോതോബിച്ചു. പറയൂ ചേട്ടാ, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് ഞങ്ങളുടെ ബാലുചരി, സ്വർണ്ണചരി സാരികൾ ഉണ്ടാക്കുന്നതിനുള്ള ജോറോൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോറോൻ തയ്യാറാക്കുന്നതിനായി ഒരിടത്ത് ഒരുപാട് നൂലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഓരോ ഫാനാലിയും കറങ്ങുന്നത്. ഈ ഓരോ ഫാനാലിയും കറക്കി ഞങ്ങൾക്ക് ആകെ ഏകദേശം 25ഓളം നൂലുകൾ ഉണ്ടാക്കണം. പറയൂ, ഈ ജോലിയിൽ ഇപ്പോഴും ഒരു രസം ബാക്കിയുണ്ടോ ഇല്ലയോ? അതെ, പണ്ട് സന്തോഷമുണ്ടായിരുന്നു. നല്ല സന്തോഷം തന്നെയായിരുന്നു. ഇപ്പോൾ ദിവസം കഴിയുന്തോറും ഉപജീവനം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്.
എന്തുകൊണ്ട്? ഇപ്പോൾ നൂലിന്റെ വില വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആനുപാതികമായി ഞങ്ങൾ ഉണ്ടാക്കുന്ന ബാലുചരി അല്ലെങ്കിൽ സ്വർണ്ണചരി സാരികൾക്ക് അത്രയും പണം കിട്ടുന്നുമില്ല. ഈ തെരുവിലുടനീളം സമാനമായ കൈത്തറിശാലകളുണ്ട്. അവയെല്ലാം അക്ഷരാർത്ഥത്തിൽ ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളാണ്. പക്ഷേ ഞാൻ ഈ പ്രദേശത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് രാജുവിനോട് കുറച്ച് സംസാരിക്കാൻ പോകുന്നു. രാജു, നിങ്ങളിൽ നിന്ന് ഒരു കാര്യം കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടും ചോദിക്കുകയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവരുടെ ഈ ബുദ്ധിമുട്ട് ആരാണ് പരിഹരിക്കുക? PMCയോ അതോ BJPയോ? നോക്കൂ, ഇത് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റിനെ വേണം. കൂടുതൽ വികസനത്തിനായി ഇത് ചെയ്യാൻ ലെഫ്റ്റിനെ കഴിയൂ. ഒന്നോ രണ്ടോ സാരികൾ അകത്തുള്ളത് ഞങ്ങളെ കാണിക്കാമോ? അപ്പോൾ പൂർത്തിയായ ജോലിയെക്കുറിച്ചും ഈ സാരികൾ ആ കൈത്തറികളിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നതിനെക്കുറിച്ചും നമുക്കൊരു ധാരണ ലഭിക്കണമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കുറച്ച് സാരികളുമായി രാജു എൻ്റെ ഒപ്പം തിരിച്ചെത്തിയിരിക്കുന്നു. രാജു, ഈ സാരിയെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ചൊന്ന് കാണിച്ചു തരൂ. ഇതിലെ മോട്ടീഫ് എന്താണെന്നൊന്ന് വിശദീകരിക്കൂ. മോട്ടീഫ് നല്ല നൗകാബിലാസാണ്. രാധാകൃഷ്ണന്റെ കഥയാണ്. ഈ ഡിസൈനിനെ നൗകാബിലാസ് എന്നാണ് പറയുന്നത്. പിന്നെ രാധാകൃഷ്ണന്റെ ഡിസൈൻ ഉണ്ട്. ബോഡിയിൽ നിങ്ങൾ കാണുന്നത് ഒരു ഡോൾ ബൂട്ടിയാണ്. ഇതിൽ മാലയുമായി നിൽക്കുന്നു. ആഞ്ചലിലും രാമായണം, മഹാഭാരതം എന്നിവയിലെ കഥയാണുള്ളത്. ഇത് മുഴുവൻ രാമായണവും മഹാഭാരതവുമാണ്. രാമായണത്തിലെ മഹാഭാരതത്തിലെ മുഴുവൻ കഥയുമുണ്ട്. ലെഫ്റ്റിന്റെ സർക്കിളിൽ എക്സിബിഷൻ നടക്കുമായിരുന്നു. എല്ലായിടത്തും എക്സിബിഷൻ നടക്കാറുണ്ട്. ആ എക്സിബിഷനിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ നെയ്ത്തുകാർ, നെയ്ത്ത് ചെയ്യുന്നവർ. അവർക്ക് ഒരു ടൈപ്പ് പെയിൻ ലഭിക്കുന്നു. ടൈപ്പ് പെയിൻ ഒരുപാട് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതെ, എക്സിബിഷൻ നടക്കുന്നില്ല. എക്സിബിഷനിലേക്ക് ആരും പോവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സർക്കാർ ഒരാൾക്ക് 75 രൂപ ടൈപ്പ് പെയിനായി നൽകുന്നുണ്ട്. 75 രൂപ. പിന്നെ ഞങ്ങൾ സാരി ഉണ്ടാക്കുന്നവർക്ക് വരുന്ന നൂൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടണം. ഇപ്പോൾ ഈ വരുന്ന നൂലില്ലേ, ഈ നൂലിന് 1 കിലോഗ്രാമിന് 6600 ആണ് വില. പാവിനുള്ളതിന് 6600ഉം ഊടിനുള്ളതിന് 5400ഉമാണ്. അതിന്റെ കോസ്റ്റിംഗ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സാരിയിൽ ഞങ്ങൾക്ക് 400 രൂപയാണ് കിട്ടുന്നതെന്ന് കാണാം. അതിനാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നതെന്ന് ഞാൻ കരുതുന്നു. ചെറുകിട വ്യാപാരികളും ബിസിനസ്സുകാരും നേരിടുന്ന പ്രശ്നങ്ങൾ എടുത്തു കാണിക്കേണ്ടത് പ്രധാനമാണ്. കാരണം യഥാർത്ഥത്തിൽ അവരാണ് ഇവിടെ ധാരാളമായി ഉള്ളത്. വലിയ വ്യാപാരികൾ ഒരുപക്ഷെ 4 or 5 പേരെയുള്ളൂ. അതിനാൽ ആ അർത്ഥത്തിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഈ ആളുകളെല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ചതുപോലെ ചെയ്യേണ്ട നടപടികൾ സർക്കാരുകൾക്ക് മുന്നിലുണ്ട്. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ബിഷ്ണുപൂരിലെയും ബംഗാളിലെ മറ്റിടങ്ങളിലെയും രാജുവിനെപ്പോലുള്ള ആളുകൾക്കും എല്ലാ നെയ്ത്തുകാർക്കും ചെറുകിട വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രത്യാശിക്കാം.